രാജ്മോഹൻ കൂടി ചേരുകയാണ്. അദ്ദേഹം ഷാജിയൻ കരുണുമായി ആദ്യകാലങ്ങൾ മുതൽ വളരെ അടുത്ത് ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തി കൂടിയാണ്. ശ്രീ രാജ്മോഹൻ, ഷാജിയൻ കരുൺ എന്ന കലാകാരൻ, സംവിധായകൻ, ഛായാഗ്രാഹകൻ, അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഇനി അത് പറഞ്ഞ് അടയാളപ്പെടുത്തേണ്ടതില്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാളുടെ വിയോഗം അത് എത്രമാത്രം വലിയ വിടവുണ്ടാക്കുന്നുണ്ട്? വാസ്തവത്തിൽ ഈ ഒരു വിയോഗം ശരിക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ എത്തിച്ചു കളഞ്ഞു. അടുത്ത കാലത്തും സംസാരിച്ചു എപ്പോഴും ഒരു വളരെ പതിഞ്ഞ ശബ്ദത്തില് എല്ലാ സുഹൃത്തുക്കളോടും ഇടപെട്ടിരുന്ന ഷാജി ഇത്ര പെട്ടെന്ന് വിട്ടുപോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 10-30 വർഷമായിട്ട് ഷാജിയുമായിട്ട് അടുത്ത ബന്ധമാണ്. 30 വർഷമായിട്ട് പിറവി എടുക്കുന്ന കാലം തൊട്ട്. അതിന് മുമ്പ് തന്നെ അരവിന്ദനുമായിട്ടുള്ള സമയത്ത് തന്നെ ഞങ്ങൾ ചലച്ചിത്ര ഫിലിം സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധമെല്ലാം വെച്ചിട്ട് വളരെ നീണ്ട കാലയളവില് സുഹൃത്തുക്കളായിരുന്ന ആളാണ് ശ്രീ ഷാജിയൻ കരുൺ. നല്ല സുഹൃത്തും മനുഷ്യസ്നേഹിയുമായിരുന്ന മനുഷ്യനായിരുന്നു. അതെ, വളരെ വർഷങ്ങൾക്ക് മുൻപ്, പക്ഷെ അദ്ദേഹം ഈ സിനിമയിലേക്ക് വരുന്ന കാലം മുതൽ തന്നെ ആ സൗഹൃദം തുടങ്ങിയെങ്കിലും സ്വം എന്ന ചിത്രത്തിലേക്കൊക്കെ എത്തുമ്പോൾ അല്പം കൂടി അടുത്തിടപെടാനും ആ സിനിമയുടെ തന്നെ ഭാഗമായി പ്രവർത്തിക്കാനും ഒക്കെ താങ്കൾക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വം എന്ന ചിത്രത്തെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ആദ്യത്തെ സിനിമ മുതൽ തന്നെ അദ്ദേഹത്തിനോടൊപ്പം ആ സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്വമ്മിലേക്ക് എത്തുമ്പോൾ അല്പം കൂടി അടുത്തിടപെടാനും ആ സിനിമയുടെ ചിത്രീകരണത്തിന് തന്നെ സഹായമാകാനും ഒക്കെ താങ്കൾ പറഞ്ഞു. അതിന്റെ ഒരുപാട് കാര്യങ്ങള് ഞാനിപ്പോ പറയുന്നത് ശരിയാണെന്നാണ് അറിയത്തില്ല. പക്ഷെ കുറെ അധികം കാര്യങ്ങളിൽ അദ്ദേഹത്തിന് എനിക്ക് എന്റെ എളിയ രീതിയിൽ സഹായിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പം എന്റെ ചിത്രീകരണ പ്രയാസം അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് പറയാൻ വാസ്തവത്തില് വാക്കുകളില്ല. അത്ര ഒരു അടുത്ത, ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ചലച്ചിത്രയുടെ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് പറയുന്നത് അരവിന്ദനും, ഈ സിനിമാ ലോകത്തിലെ ഏറ്റവും അടുത്ത ആൾക്കാർ അരവിന്ദനും കൂടെ ഉണ്ടായിരുന്ന ഷാജിയുമാണ്. അതിരുന്ന് ഷാജി ഛായാഗ്രഹം എന്നുള്ള നിലയിൽ മാറി സംവിധായകനായിട്ടും ആ ബന്ധം ഒരിക്കലും പൊട്ടം തട്ടാതെ മുന്നോട്ട് പോവുകയാണ്. വാസ്തവത്തിൽ പെട്ടെന്ന് ഷാജി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ കാണുന്നത് JC ഡാനിയൽ പുരസ്കാരം, പരമോന്നത ഒരു പുരസ്കാരം നേടി. അവസാന ചടങ്ങായിരുന്നു. അതെ, ആ വേദിയിലൊക്കെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ കാണുമ്പോൾ എങ്ങനെയായിരുന്നു ശ്രീ രാജ്മോഹൻ ആ കാഴ്ചകളെ താങ്കൾ കാണുന്നത്? ആ പരിപാടിക്ക് ഞാൻ പോയില്ല. വാസ്തവത്തിൽ ആ പരിപാടി അന്ന് വേറെ എന്തോ ഒരു ഇത് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് അതിന് പോകാൻ സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഈ ചലച്ചിത്രയുടെ എല്ലാ പരിപാടിയിലും അരവിന്ദൻ അനുസ്മരണം തൊട്ട് എല്ലാ കൊല്ലവും അരവിന്ദന്റെ ജന്മദിനത്തിൽ ഞങ്ങൾ അവാർഡ് കൊടുത്തിരുന്നു. പ്രശസ്ത നവാഗത സംവിധായകന്. അതിന്റെ എല്ലാം എല്ലാത്തിനും ഷാജിയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ നേതൃത്വം വരുന്നത്. ഷാജി കൂടെ ഇരുന്ന് സിനിമകളെ കണ്ട് പ്രോത്സാഹിപ്പിച്ച് പലപ്പോഴും ഞങ്ങളുടെ അവാർഡ് കമ്മിറ്റിയുടെ ഷാജിയായിരുന്നു. പലപ്പോഴും ആ ഫംഗ്ഷൻ നയിച്ച് അവാർഡ് കൊടുത്തിരുന്ന ഷാജിയായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു നിത്യമായിട്ട് അതിന്റെ ഒരു ഭാഗമായിരുന്നു ഷാജി. ഈ ആദ്യ ചിത്രം മുതൽ തന്നെ ക്യാൻ പോലൊരു വേദിയിലേക്ക് മലയാള സിനിമ എത്തിച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ സിനിമയുടെ പ്രത്യേകതകൾ അതിവിടെ ഇപ്പോൾ പറയുകയായിരുന്നു. അപ്പോൾ ആ നിലയിൽ പിറവി ആയിക്കോട്ടെ, അത് വലിയൊരു സാമൂഹിക സന്ദേശമുള്ള അങ്ങനെ ചർച്ചയായ ഒരു വിഷയമാണ്. വാനപ്രസ്ഥം എല്ലാം ആ നിലയിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തോട് ഇടപെട്ടത് എങ്ങനെയായിരുന്നു? താങ്കൾ ആ കാലയളവിലൊക്കെ കൂടെയുള്ള ആൾ കൂടിയായിരുന്നല്ലോ. സമൂഹത്തോട് അദ്ദേഹത്തിന്റെ ഇടപെടൽ പറഞ്ഞാൽ അദ്ദേഹം വളരെ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള നിലയാണ് എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സിനിമയിലുള്ള അദ്ദേഹത്തിന്റെ ആ കയ്യൊപ്പം എന്ന് പറയുന്നത് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ ആ ഒരു വേറിട്ട സിനിമയ്ക്ക് വേണ്ടി വേറിട്ട ഒരു ചാനലിൽ കൂടി വേറിട്ട ഒരു വഴിയിൽ കൂടി സഞ്ചരിച്ച് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയ ആളായിരുന്നു. ഒരിക്കലും ഒരു ലാഭത്തിന് വേണ്ടി ഒരു കമേഴ്സ്യലായിട്ടൊരു കുറച്ച് പൈസ ഉണ്ടാക്കാന്നുള്ള ഇതില് അദ്ദേഹം ഒരിക്കലും സിനിമയുടെ പുറകെ പോയിട്ടില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രോച്ച്. അതിലാണ് അദ്ദേഹത്തിന്റെ വലിപ്പം, അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം.